സർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തില്ല എന്ന്. തൊട്ടടുത്ത ദിവസം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അതതിൻ്റെ വഴിക്ക് നടക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് വന്നത്. അഴിമതി, അതായത് ശബരിമലയിൽ എല്ലാവരും നോക്കി നിൽക്കെ നടന്ന വലിയൊരു കൊള്ള അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ കള്ളത്തരവും കൊള്ളയും അവിടെ നടക്കുന്നുണ്ടാകാം എന്നുള്ളത് നമ്മുടെ ഒരു കാൽക്കുലേഷനാണ്, സ്പെക്കുലേഷൻസ് ആണ്. കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കാമല്ലോ എന്നുള്ളത്. താങ്കൾ ശബരിമലയിൽ പോയിട്ടുള്ള ഒരാളാണ്, ഈ വിഷയത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. താങ്കളുടെ ഒരു ഒബ്സർവേഷനിൽ ഇതൊരു നമുക്കറിയാം, നമ്മൾ പറയും ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ശബരിമലയിലെ മറ്റ് അഴിമതികൾ എന്തൊക്കെയായിരിക്കും? ഈ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച പ്രകാരം 5 വർഷമായിട്ട് ഓഡിറ്റ് നടന്നിട്ടില്ല. എന്തുകൊണ്ട് ഓഡിറ്റ് നടക്കുന്നില്ല? ഞാൻ പറയുന്നത് ഈ ശബരിമലയുടെ മാത്രമല്ല, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മളിപ്പോൾ ഒരു സാധാരണ ചാരിറ്റബിൾ സൊസൈറ്റി ആണെങ്കിൽ പോലും ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് കണക്ക് പ്രഖ്യാപിക്കണമെന്ന് പറയും. ഇപ്പോൾ അവിടുത്തെ മാത്രമല്ല, വൈക്കത്തും മറ്റ് പല ദേവസ്വങ്ങളിലും വർഷങ്ങളായിട്ട് വൗച്ചറുകളില്ല, രസീതുകളില്ല, ട്രാൻസാക്ഷൻസ് ഇല്ല. ശബരിമല കംപ്ലീറ്റ് എൻ്റെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്താൽ പോലും ഈ പ്രശ്നം തീരുന്നില്ല. ഒന്ന് കോടതി പറഞ്ഞത് കംപ്ലീറ്റ് ഡിജിറ്റലൈസ്, ദേവസ്വത്തിൻ്റെ അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു. അവിടെയും പ്രശ്നമാവുന്നില്ല. കാര്യം അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഒരു ബാങ്കാണ്. കാര്യം ഈ ശബരിമലയുടെ ഈ കാണിക്കയും മറ്റും എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് ബോധിപ്പിക്കുന്നത് അവിടുത്തെ ധനലക്ഷ്മി ബാങ്ക് എന്നാണ് എൻ്റെ അറിവ്. അവർ അങ്ങനെ ഒരു ബാങ്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും ധനലക്ഷ്മി ബാങ്ക് ഇപ്പം നമ്മുടെ വാദത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ റിസർവ് ബാങ്ക് അംഗീകരിച്ച ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആണെന്നൊക്കെ പറയാമെങ്കിൽ പോലും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ബോർഡാണല്ലോ, കേരള ഗവൺമെൻറ് തന്നെയാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഓഹരിയുള്ള 4 ബാങ്കുകൾ കേരളത്തിലുണ്ട്. അതിൽ ഒന്ന് കേരള ഗ്രാമീൺ ബാങ്കാണ്. കേരള ഗവൺമെൻറ്റിന് നല്ല ഓഹരിയുള്ളതാണ്. ഒന്ന് മുഴുവൻ ഓഹരിയുള്ളത് കേരള ബാങ്കാണ്. നമ്പർ 1 എന്ന് പറയുന്നത് കേരള ബാങ്ക് എന്ന് പറഞ്ഞു. ഈ കേരള ബാങ്കിന് എന്തുകൊണ്ടാണ് ശബരിമലയിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്? കേരള ഗ്രാമീൺ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കിനും കേരള ഗവൺമെൻറ്റിനും ഓഹരിയുള്ളൊരു ബാങ്കാണ്. എന്തുകൊണ്ട് അവർ അവിടെ വരുന്നില്ല? അത് കഴിഞ്ഞിട്ട് റെപ്കോ ബാങ്ക്, അതും കേരള ഗവൺമെൻറ്റിന് ഓഹരിയുള്ള ഒരു ബാങ്കാണ്. ഇതെല്ലാം പോയിട്ട് നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള രാജ്യത്തിൻ്റെ ബാങ്കർ എന്നറിയപ്പെടുന്നതാണ് SBI. ഇപ്പോൾ ഈ ബാങ്കുകളെല്ലാം ഒഴിവാക്കിയിട്ട് കാലാകാലങ്ങളായിട്ട് ധനലക്ഷ്മി ബാങ്കിന് എന്തുകൊണ്ട് ശബരിമലയിൽ കുത്തക, സാധാരണ ബാക്കി കടകൾക്കൊക്കെ ആണെങ്കിൽ കുത്തകയ്ക്ക് പാട്ടം പിരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരു കുത്തക പാട്ടം ആരോ പിരിച്ചിട്ട് എപ്പോഴോ പിരിച്ചിട്ട് കൊടുത്ത ഒരു കുത്തക പാട്ടമാണ് ധനലക്ഷ്മി ബാങ്കിന് ശബരിമലയിലുള്ള ആധിപത്യം.